വാണിജ്യ സിലിണ്ടറിന്റെ വില വീണ്ടും ഉയർന്നു. 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന് 49 രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ സിലിണ്ടറിന്റെ പഴയ വിലയായ 1698 രൂപയിൽ നിന്ന് 1747 രൂപയായി ഉയർന്നു. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ബേക്കറികൾ, ചെറിയ ഭക്ഷ്യ സംരംഭങ്ങൾ തുടങ്ങിയ വാണിജ്യ മേഖലകളെ ഈ വില വർധന നേരിട്ട് ബാധിക്കും. നേരത്തെ തന്നെ ഉയർന്ന പ്രവർത്തന ചിലവുകൾ നേരിടുന്ന വ്യാപാരികൾക്ക് ഇത് അധിക സാമ്പത്തിക ബാധ്യതയായി മാറും. താമരശ്ശേരി ബിഷപ്പിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർഷകർക്കായി എന്നും ശബ്ദമുയർത്തുന്ന വ്യക്തിത്വമാണ് താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചാനിലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ ഇൻഫം രജത ജൂബിലി സമാപനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. താമരശ്ശേരി പിതാവ് കർഷകരുടെ പ്രയാസങ്ങൾ നിരന്തരം ഭരണകൂടങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന വ്യക്തിയാണ്. വയനാട്ടിലെയും മലബാറിലെയും കർഷകരുടെ പ്രയാസങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കർഷകർക്ക് വേണ്ടി തെരുവിലിറങ്ങി സമരം ചെയ്യാനും അദ്ദേഹത്തിന് മടിയില്ല. ഇൻഫാമിന്റെ വലിയ കരുത്തായി നിലകൊള്ളുകയാണ് താമരശ്ശേരി ബിഷപ്പ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബോളിവുഡ് സംവിധായകൻ രോഹിത് ഷെട്ടിയുടെ വീടിന് മുന്നിൽ വെടിവയ്പ്. 4 തവണ വെടിവെച്ച് കേട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് വീടിന് പ്രത്യേക പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. സംഭവത്തിൽ മുംബൈ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നടന്റെ വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിലാണ്. മലപ്പുറം ചെറുമുക്കിൽ ബൈക്ക് വർക്ക്ഷോപ്പിന് തീപിടുത്തം. 26 ബൈക്കുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. ഫ്ലൈ വീൽസ് എന്ന ബൈക്ക് വർക്ക്ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായത്. രാത്രി 1 മണിക്ക് ശേഷമാണ് തീപിടുത്തം ഉണ്ടായത്. തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിയിലേക്കും തീ പടർന്നു. മരുന്നുകളും റെക്കോർഡുകളും കത്തി നശിച്ചിട്ടുണ്ട്. താനൂർ, തിരൂർ എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തി തീ അണച്ചു. മന്ത്രി AK ശശീന്ദ്രനെതിരെ NCPയിൽ പടയൊരുക്കം ശക്തം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി AK ശശീന്ദ്രൻ മത്സരിക്കരുതെന്ന ആവശ്യം ഒരു വിഭാഗം കടുപ്പിച്ചു. എലത്തൂരിൽ AK ശശീന്ദ്രൻ മാറി പുതിയ ആളുകൾക്ക് അവസരം നൽകണമെന്ന് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ശശീന്ദ്രനെതിരെ ജില്ലയിലെ വിവിധ മണ്ഡലം കമ്മിറ്റികൾ പ്രമേയം പാസാക്കിയിരുന്നു. എന്നാൽ അഭിപ്രായങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണെന്നും ആര് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കട്ടെ എന്നും വിവിധ പരിപാടികളുമായി മണ്ഡലത്തിൽ സജീവമാകുന്ന AK ശശീന്ദ്രൻ പ്രതികരിച്ചു. എതിരഭിപ്രായങ്ങൾ സ്വാഭാവികമെന്നും തീരുമാനം പാർട്ടി എടുക്കുമെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു.